നമസ്കാരം. ഇന്നലെയും യു എസ് മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 1.2%, S&P 500 1.23%, നാസ്ഡാക്ക് 1.89% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ പുതിയ AI ആന്ത്രോപിക്കിന്റെ ഒരു AI ആപ്ലിക്കേഷൻ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഐ.ടിയിലെ സെല്ലിംഗ് പ്രഷർ വീണ്ടും തുടരുകയാണ്. അതുകൂടാതെ തന്നെ അമേരിക്കയിൽ വന്ന ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും അതുപോലെ ന്യൂ ജോബ് ഓപ്പണിംഗ് ഡേറ്റയും ഒക്കെ മോശമായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഫെഡിന്റെ മാർച്ചിലെ റേറ്റ് കട്ടിനുള്ള സാധ്യത പലരും പറയുന്നത് 10% മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ പല നെഗറ്റീവ് ന്യൂസുകൾ ഉള്ളതുകൊണ്ട് യു എസ് മാർക്കറ്റുകൾ വീണ്ടും മൈനസിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്ന് മൈനസിലാണ്. നിക്കി മാത്രം ഫ്ലാറ്റ് ചെറിയ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ബാക്കി എല്ലാ മാർക്കറ്റുകളും നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഗോൾഡും സിൽവറും മെറ്റൽസും ഒക്കെ കറക്റ്റ് ചെയ്യുന്നു. ഡോളർ കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും നെഗറ്റീവിലാണ് കഴിഞ്ഞ ദിവസവും ക്ലോസ് ചെയ്തത്. ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മെറ്റൽ സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനപ്പെട്ട RBIയുടെ പോളിസി ഔട്ട്കം ഇന്ന് വരും. 10 മണിയോടുകൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ റേറ്റ് എല്ലാം അൺചേഞ്ച്ഡ് ആയിട്ടാണ് മിക്കവരും പറയുന്നത്. എങ്കിൽ പോലും SLR കട്ടിലോ അതുപോലെ CRR കട്ടിലോ വീണ്ടും ഒരു കട്ട് വരികയാണെങ്കിൽ SLRലോ CRRലോ കട്ട് വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാണ്. റുപ്പി സ്റ്റെബിലൈസേഷനും ലിക്വിഡിറ്റിക്ക് എടുക്കുന്ന മെഷേഴ്സും ഒക്കെ ഇതിനകത്ത് വളരെ പ്രാധാന്യമുണ്ട്. മറ്റൊന്ന് ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ RBI അതിന്റെ ഇൻഫ്ലേഷന്റെ ബേസ് ഇയർ റിവൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ കോർ ഇൻഫ്ലേഷന്റെ വെയിറ്റേജ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ ഫുഡ് ഇൻഫ്ലേഷന്റെ വെയിറ്റേജ് കുറയ്ക്കാം. അത്തരത്തിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ GDPയുടെ പ്രൊജക്ഷൻ, GDPയുടെ ബേസ് ഇയർ 2022-23 ആക്കും മുമ്പുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിരിക്കും. 2014-15 ആയിരുന്നു ഇതിനു മുമ്പുള്ള ബേസ് ഇയർ. അപ്പൊ അത്തരത്തിൽ അത് GDP പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കണക്കുകൾ വരുന്നതെന്നൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയോടെ നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഡേറ്റകളെല്ലാം ശ്രദ്ധിക്കുക. ഇനി ഇന്ത്യ US ട്രേഡ് ഡീല് മാർച്ചോടുകൂടി സൈൻ ചെയ്യുമെന്നാണ് ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനൗൺസ്മെന്റ്. അത് സംയുക്ത പ്രസ്താവന ഒരാഴ്ചയ്ക്കും ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇനി റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് തുടരും എന്ന തരത്തിലാണ് ഓയിൽ കമ്പനികളുടെ ഭാഗത്തു നിന്ന് ഒരു കമന്റ് വരുന്നത്. പലപ്പോഴും ഇന്ത്യ US ഡീലിന് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് കാരണം എന്നൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ പ്രധാനമായിട്ടും RBIയുടെ പോളിസി ഔട്ട്കമാണ്. 10 മണിക്കാണ് വരുന്നത്. രണ്ടാമത് US പ്രസിഡന്റിന്റെ ഒരു സ്പീച്ച് ഉണ്ട്. അവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പാണ്. ഇന്ത്യയുടെ ബാങ്ക് ക്രെഡിറ്റിന്റെ ഗ്രോത്ത് റേറ്റ് അനൗൺസ്മെന്റ് ഉണ്ട്. മറ്റൊന്ന് അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം വരാനാണ് സാധ്യത. അതുപോലെ US മിഷിഗൺ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷനെ സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡേറ്റ ഇന്ന് മാർക്കറ്റിൽ വരാനുള്ളത്. മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ടാണ് നിർത്തിയിരുന്നത്. ഇനി മറ്റൊന്ന് ഇന്ന് ഫലം പ്രഖ്യാപിക്കുന്ന കമ്പനികൾ ടാറ്റ സ്റ്റീൽ, ശ്രീസിംഗിന്റെ ബോഷ് എന്നീ കമ്പനികളാണ്. നാളെയുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുൽ ഓട്ടോ, ജനറൽ ഇൻഷുറൻസ് എന്നീ കമ്പനികളാണ്. അപ്പോൾ RBIയുടെ പോളിസി ആയിരിക്കും ഇന്ന് മാർക്കറ്റിനെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.